വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഞാൻ ഇവിടെ തറപറ തട്ടിക്കൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തറപറ അല്ല പറപറ തട്ടിക്കൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗോതമ്പ് പൊടിയാണ്. റേഷൻ കടയിൽ നിന്ന് കിട്ടിയ ഗോതമ്പ് പൊടി ഞങ്ങൾ പാഴിക്കളയുന്നത് എന്തിനാണ് കേസ് ഞാൻ വിചാരിച്ചു ഒന്ന് ഓട്ടട ഉണ്ടാക്കാം. എൻ്റെ അമ്മ മുമ്പ് എനിക്ക് പറയുമ്പോഴൊക്കെ ഉണ്ടാക്കി തരുമായിരുന്നു. പക്ഷേ അമ്മ എനിക്ക് ഉണ്ടാക്കി തരുന്നതിൻ്റെ ഒരു ടേസ്റ്റ് എന്തായാലും എനിക്ക് കിട്ടത്തില്ല. എന്നിരുന്നാൽ കൂടി ഞാൻ വിചാരിച്ചു എൻ്റെ മോനെ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അവനങ്ങനെ ഓട്ടടയിൽ നിന്ന് തിന്നത്ര ശീലമൊന്നുമില്ല. അപ്പം എനിക്കും ഒരു ഓട്ടട തിന്നാൻ കൊതിയായതുകൊണ്ട് ഞാൻ വെച്ച് എന്തായാലും ഉണ്ടാക്കാം. അങ്ങനെ കറക്റ്റ് വാഴയിലേക്ക് വെട്ടിക്കൊണ്ടുവന്നു ഗെയ്സ്. അപ്പോൾ അതിനായിട്ട് ആവശ്യത്തിനുള്ള മാവൊക്കെ കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് ഇനി തേങ്ങയും പഞ്ചസാരയും കൂടെയൊക്കെ മിക്സ് ചെയ്യുന്ന പരിപാടിയാണ്. അപ്പം ഞാൻ ചിലവർ ശർക്കര ഉപയോഗിക്കാറുണ്ട്. ഞാൻ തേങ്ങയും പഞ്ചസാരയാണ് ഉപയോഗിക്കുന്നത്, എനിക്കതാണ് ഇഷ്ടം. അപ്പോൾ തേങ്ങയും പഞ്ചസാരയും കൂടെയൊക്കെ മിക്സ് ചെയ്ത് യോജിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇല നമുക്ക് ആവശ്യത്തിനുള്ള ആ ഒരു ഇതിൽ ഇല എടുത്തിട്ട് അളവിൽ ഇല എടുത്തിട്ട് അതിൽ ഞാൻ പരത്താണ് ഗീസ്. അപ്പോൾ ഇടയ്ക്ക് നമ്മളിങ്ങനെ വെള്ളം തൊട്ട് പരത്തുമ്പോൾ അത് ഈസി ആയിട്ട് പരത്താൻ പറ്റും. അങ്ങനെ നല്ല സെറ്റായിട്ട് പരത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം പിന്നെ ആവശ്യത്തിനുള്ള തേങ്ങയും പഞ്ചസാരയും എല്ലാത്തിലും ഇങ്ങനെ തുറ ഇട്ട് കൊടുക്കണം. പറ ഇട്ട് കൊടുക്കണം ഗീസ്. അങ്ങനെ അതെല്ലാം ഇട്ട് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇല മടക്കണം. ഇല മടക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഇല കീറരുത് ഗീസ്. അങ്ങനെ ഒരു 5 എണ്ണത്തിനുണ്ടായിരുന്നു. ഞാൻ 5 എണ്ണത്തിനെ പരത്തി അതിലൊക്കെ മിക്സ് ചെയ്ത് വെച്ച് അതിനുശേഷം എല്ലാം ഞാൻ മടക്കുന്ന ചടങ്ങാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം ഈ ഉരുളിയിൽ വയ്ക്കുമ്പോഴാണ് ടേസ്റ്റ് കിട്ടണത്. പാൻ പാത്രത്തിലൊക്കെ വയ്ക്കുന്നവരുണ്ട്, പക്ഷേ എനിക്ക് ഈ ഉരുളിയാണ് എനിക്ക് അമ്മ പണ്ടൊക്കെ വയ്ക്കണത്, ഈ ഉരുളിയിൽ. അപ്പോൾ എനിക്ക് ഇതിൽ വയ്ക്കാൻ വേണ്ടിയിട്ട് തോന്നി. അങ്ങനെ ഞാൻ അതിനകത്ത് വെച്ച് സെറ്റായി. ഇത് വേറെ ഒന്നുമില്ല, അത് പരത്തിയിട്ട് ഉരുളി ചൂടാകുമ്പോൾ അതിനകത്തേക്ക് ഇടുക. അപ്പോൾ ഇല ഇതുപോലെയൊക്കെ കളർ വ്യത്യാസം വരുമ്പോൾ നമ്മൾ ഈ ഇല മാറ്റി കൊടുത്തിട്ട് ഒന്ന് അപ്പുറവും ഇപ്പുറവും കൂടെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ടൊന്ന് ചുട്ട് കൊടുക്കാം. അപ്പോൾ 2 എണ്ണത്തിൻ്റെ ഇല ഞാൻ മാറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഏകദേശം ഇതുപോലെ ആയി. അതിനുശേഷം അപ്പുറവും ഇപ്പുറമൊക്കെ ഒന്ന് ഇതാക്കി നമ്മളെ കറക്റ്റ് പരുവത്തിന് ചുട്ടെടുക്കാം. അപ്പം എൻ്റെ ഓട്ടട ഇവിടെ ശരിയായിരിക്കുകയാണ് ഗൈസ്. നമ്മൾ 3 മണിക്ക് കഴിക്കാമെന്നാണ് വിചാരിച്ചത്, പക്ഷേ പിന്നെ രാത്രിയിലാണ് എടുത്തത്. അമ്മയും കൂടെ വന്നിട്ടാണ് എടുത്തത്. അമ്മ രാത്രി ചോറൊന്നും കഴിച്ചില്ല, ഓട്ടടയാണ് കഴിച്ചത്. അങ്ങനെ അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യുക. അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു കേട്ടോ, പറഞ്ഞ് സൂപ്പറെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അമ്പാടിയും കഴിച്ചു ഗൈസ്. അങ്ങനെ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ. ഓക്കെ, സി യു. വീണ്ടും കാണാം ഗൈസ്.